വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോടിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ മത്സരാർത്ഥികളെ ഒന്ന് പരിചയപ്പെടാം. എന്താ പേരെന്താ? ആശിഷ്. സ്ഥലം? പട്ടകുളം. ഏത് ക്ലാസ് പഠിക്കുന്നു? ഇപ്പൊ പ്ലസ് വണ്ണിലായല്ലേ? കണ്ടാ പറയില്ല. എന്റെ വീടിന്റെ സ്ഥലം മലപ്പുറം. വീടിന്റെ സ്ഥലം മലപ്പുറം. അയ്യോ, സ്ഥലം ചങ്ങരംകുളം. ഏത് ക്ലാസ്സില്? നീ എട്ടില്. ആനി മലപ്പുറം. നല്ല പേര്. അബിത ആലുവ. സേബ നെയ്യാത്ത. എന്ത് ചെയ്യുന്നു? ഇവിടെ കൊച്ചി എയർപോർട്ടിലെ ഹെൽത്തിൽ വർക്ക് ചെയ്യണോ? പറയില്ലല്ലോ. ഇവരെ കൂടെ വന്നപ്പോഴത്തേക്ക് 8ാം ക്ലാസ്സിലാണ് പഠിക്കണം എന്ന് വിചാരിച്ചു. സ്റ്റാഫ് നഴ്സ്. എല്ലാ പേരെയും പരിചയപ്പെട്ടു. എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് മനസ്സിലുള്ള ആൻസർ എല്ലാം പറയുക. എന്തോ ആലോചിക്കണം ഇങ്ങനെ. കുസൃതി ചോദ്യം കേട്ടിട്ടുണ്ടോ? അറിയാം? അറിയത്തില്ല. അപ്പോൾ ക്ലൂസ് ഒക്കെ തരാം. ആൻസർ പറഞ്ഞാൽ മതി. ഓക്കെ, 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം. ആരാണോ ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ വിജയി. എന്ത് പമ്മിയിരിക്കുന്ന നല്ലപോലെ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആടിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസം ഏതാണ്? ആടിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസം? ആടിന് ആട് ചിങ്ങമാസാണ്. ഇംഗ്ലീഷ് മാസം. മേടമല്ല, ഇംഗ്ലീഷ് മാസം. മാർച്ച് അല്ല, ജനുവരി. എല്ലാരും കൂടെ ജനുവരി ഫെബ്രുവരി ഇങ്ങനെ പറഞ്ഞു പോയാൽ ആൻസർ വരുമ്പോഴത്തേക്ക് ഞാൻ പറയാം. ജൂണല്ല. ആടിന്റെ വിളി എന്ന് വെച്ചാൽ ഒരു കരച്ചിൽ. മെയ്. കറക്റ്റ് ആൻസർ ആണ്. ഒരു പോയിന്റ് കിട്ടിയ നല്ലൊരു ക്ലാപ്പ് കൊടുക്കും. ഇവിടെ വിളി കാണിച്ചു തന്നു. അതൊന്നുകൂടെ കാണിക്കൂ. ഇല്ല, അതൊക്കെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ വന്നു പോകുന്നതാണല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇംഗ്ലീഷ് അക്ഷരമാല 2 U ഉള്ള അക്ഷരം ഏതാണ്? കറക്റ്റ്. ശബ്ദം ഉണ്ടാക്കാൻ മാത്രമല്ല ആൻസർ പറയാനും എനിക്കറിയാം അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 100 ആന വന്നാലും എടുത്തു മാറ്റാനേ പറ്റാത്തൊരു വട്ടച്ചെമ്പുണ്ട്. എന്താണ്? വീടിന്റെ ഫ്രണ്ടിൽ കാണും ഈ ഒരു വട്ടച്ചെമ്പ്. കിണർ. ഇവിടെ നിന്നാണ് വലിയ സൗണ്ടിലായിട്ട് വന്നത്. ആദ്യം വന്നത് ഇവിടെ നിന്നാ. ഇവളൊരു ക്വസ്റ്റ്യൻ ആനിക്ക് കിട്ടി. നോക്കണം അന്തം വിട്ട്. ഞാൻ തന്നെയാണോ പറഞ്ഞത്? അടുത്ത ക്വസ്റ്റ്യൻ. മഴ പെയ്യുമ്പോൾ താഴേക്ക് വീഴും, എന്നാൽ മഴ പെയ്യുമ്പോൾ മുകളിലേക്ക് പോകുന്നത് എന്താണ്? ഫണ്ണി ക്വസ്റ്റ്യൻ അല്ലേ? സീരിയസ് ആയിട്ട് ആരും എടുക്കരുത്. എന്താണ്? മഴ പെയ്യുമ്പോൾ സാധാരണ മഴത്തുള്ളി താഴേക്ക് വരും. പക്ഷെ ഈ മഴ പെയ്യുമ്പോൾ അതേസമയം മുകളിലേക്ക് പോകുന്ന മറ്റൊരു സാധനമുണ്ട്. എന്താണ്? തവള എവിടെ പോകും? തവള മഴ പെയ്യുമ്പോൾ മുകളിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആലോചിക്കണം. അടിപൊളിയായിരിക്കും. ഫ്ലൈറ്റ് അല്ല. മഴ പെയ്യുമ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ എന്താണ് മുകളിലേക്ക് പോകുന്നത്? കുട. കണ്ടോ, ഞാൻ വീണ്ടും ആൻസർ പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും പോവാം. ഒരു ഓടിട്ട വീട്, പക്ഷെ എത്ര മഴ പെയ്താലും നനയും. കാരണം എന്ത്? ഒരു ഓടിട്ട വീട്, പക്ഷെ ഒരു ഓടിട്ട് കഴിഞ്ഞാൽ നനയും. ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് ആൻസർ പറഞ്ഞു. ഇവിടെ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? നല്ലതുപോലെ പാട്ട് ചേച്ചി പാടുമെന്ന് പറയുന്നു. അതെന്തേ പാടാതെ? അപ്പൊ ആനിയുടെ ഒരു കവിതയാണ് എനിക്കിഷ്ടം. അറിയാം. നല്ല ഹെയർ സ്റ്റൈലും കൊള്ളാം. ആനി ഇപ്പൊ പാടും. മറന്നുപോയി. അറിയുന്ന ഏതെങ്കിലും നടന്നു നീ പോവുക, തളർന്നാലും അരുതേ പരാശ്രയവും ഇളവും, അനുഗാമിയില്ലാത്ത പതിക നിന്ദീപമേ അവനിൽ സ്നേഹം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. പുട്ടില്ലേ? പുട്ട് ഇഷ്ടമാണോ? ഇഷ്ടമല്ല. പുട്ടുള്ളതിന്റെ അമ്മയെടുത്ത് അടി കൊടുത്തില്ലേ? ഇല്ല, ഇഷ്ടമാണ്. ഇഷ്ടമുള്ളവരുണ്ട് ഇവിടെ. ഈ പുട്ടും വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയ കാറും തമ്മിലുള്ള ബന്ധം എന്താണ്? രണ്ടും തള്ളണം. ഓ, തള്ളിയതല്ലേ. ഓക്കെ, അപ്പൊ ചേച്ചിക്ക് 2 പോയിന്റ് കിട്ടും.
കൊച്ചിനെ വലിച്ചെടുത്തോണ്ടങ്ങ് പോയി. ചേച്ചിക്ക് 2 പോയിന്റ് കിട്ടി. ഹലോ, താങ്കൾക്ക് കിട്ടി 2 പോയിന്റ്. ആലോചിക്കുകയാണ്. ഭയങ്കര ബുദ്ധിയാണ് കേട്ടോ. ഇങ്ങനെ ഇരുന്നാ മതി. ഒരാൾക്ക് കുളിക്കണം, വീട്ടിൽ ഉപ്പും പായസവും മാത്രമേ ഉള്ളൂ. അതേ ചോദ്യം. അത് ഉപ്പ് പായസത്തേക്കിട്ട് അത് കുളത്തിൽ കുളിക്കുക. എവിടെ നിന്ന് കേട്ടത്? ഇതൊക്കെ സ്കൂളിൽ ചോദിക്കണേ. സ്കൂളിലുണ്ട്. ഇത് ഇത്ര നേരം പറയാത്ത എന്തേ? ഉപ്പും പായസവും മാത്രം കിട്ടിയുള്ള ക്വസ്റ്റ്യൻ. സ്കൂളിൽ ചിലപ്പോ വല്ലവരൊക്കെ ചോദിക്കണതാ. അതാണ്. അപ്പോൾ ഇവിടെ 1 പോയിന്റ് കിട്ടി. മിടുക്കൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 8 കാലിയുടെ ഒരു കാല് നഷ്ടപ്പെട്ടാൽ എന്ത് വിളിക്കും? 7 കാലി. 4 കാലി അല്ല. 8 കാലിയുടെ ഒരു കാല് നഷ്ടപ്പെട്ടാൽ എന്ത് വിളിക്കും? 4 കാലി ആൻസർ കൊള്ളാം കേട്ടോ. നല്ല കണക്ക്. 8 കാലിയുടെ ഒരു കാല് നഷ്ടപ്പെട്ടാൽ 8 കാലിയുടെയാണോ? 8 കാലി. 8 കാലി. 8 കാലിയുടെ ഒരു കാലി നഷ്ടപ്പെട്ട കാലടി. അതെ, സ്ഥലത്തിന്റെ പേര്. 8 കാലിയുടെ ഒരു കാല് നഷ്ടപ്പെട്ട. ചേച്ചി നല്ലതുപോലെ ചിന്തിച്ച് പറയൂ. 8 കാലിയുടെ ഒരു കാല് നഷ്ടപ്പെട്ടാൽ എന്ത് വിളിക്കും? ആർക്കും അറിയത്തില്ല. ഞാൻ ആൻസർ പറയട്ടെ. 20 സെക്കൻഡ്സ് ഒക്കെ കഴിഞ്ഞ് 8 കാലി തന്നെ വിളിക്കും. എന്റെ ഒരു കാല് നഷ്ടപ്പെട്ടാൽ ഞാനല്ലാതായി മാറും. എങ്ങനെയുണ്ട് ക്വസ്റ്റ്യൻ? അടിപൊളിയില്ലേ? 4 കാലി നല്ല ആൻസർ ആട്ടോ. 7 കാലിയാണെങ്കിലും കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രാമായണത്തിന്റെ നടുവിൽ കാണുന്ന സ്ത്രീ ആരാണ്? പുരുഷന്മാരുടെ ചോദിക്കാം. ആ സ്ത്രീ ആരാണ്? സീത അല്ല. രാമായണത്തിന്റെ നടുവിൽ കാണുന്ന സ്ത്രീ രമണ. ഇവിടെ ഇപ്പൊ ആൻസർ വരുന്നല്ലോ. രാമായണത്തിന്റെ നടുവിൽ കാണുന്ന സ്ത്രീ. രാമായണം ഒന്ന് നല്ലതുപോലെ നോക്കി കിട്ടും. നടുവിൽ കാണുന്ന സ്ത്രീ രാമന്റെ സ്ത്രീ. രാമന്റെ സ്ത്രീ സീത. രമണി. രമണി ആരും അവിടെ നിന്ന് കിട്ടി. കേട്ടിട്ടില്ലാത്ത പേരാണല്ലോ രാമായണത്തില്. രമണിയല്ല, രമണി. അതാണ് ആൻസർ. ക്വസ്റ്റ്യൻ കേട്ടില്ല. രാമായണത്തിന്റെ നടുവിൽ കാണുന്ന സ്ത്രീ ആരാണ്? നല്ല വല്ല പേരുമായിരിക്കും. തീർന്നു. മായ. രാമായ നടുവിൽ കാണുന്ന സ്ത്രീ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. അത് 10ാമത്തെ ക്വസ്റ്റ്യൻ. ഉറക്കത്തിലും ഒരു പ്രാവശ്യം വരുന്നു, ഉണരുമ്പോഴും ഒരു പ്രാവശ്യം വരുന്നു. എന്താണ് ക്വസ്റ്റ്യനാണ്? ഉറക്കത്തിലാണെന്ന് തോന്നുന്നു കേട്ടോ. ഉണർന്നില്ല ഇതുവരെ. ഉറക്കത്തിലും ഒരു പ്രാവശ്യം വരുന്നു, ഉണരുമ്പോഴും. കൊതുക് അല്ല. നല്ല ആൻസറുകൾ കേട്ടോ. സ്വപ്നമല്ല. രണ്ടിലും വരുമല്ലോ. അപ്പൊ ഇന്നത്തെ വിജയ് ആരാ? എന്താന്ന് പേര്? ജിനി. അപ്പോൾ ഇന്നത്തെ ഇൻജോർജിന്റെ പ്രോഗ്രാമിന്റെ വിജയ് ജിനി ചേച്ചിയാണ്. ഹായ്. ഹലോ. അപ്പോൾ ഇന്നത്തെ ഇൻജോർജിന്റെ പ്രോഗ്രാമിന്റെ വിജയ് ജിനി ചേച്ചിയാണ്. ചേച്ചിക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹോപകാരമുണ്ട്. താങ്ക് യു. വെൽക്കം. അപ്പോൾ ഇന്നത്തെ ഇൻജോർജ് പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു എപ്പിസോഡ് കാണാം. അതുവരേക്കും ബൈ ബൈ.